അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ സുലൈമാൻ നന്നമുക്ക്. ജനനത്തെക്കുറിച്ചും ഗർഭത്തെക്കുറിച്ചും ഒരു പുതിയ അറിവ് നൽകിയ എം അക്ബർ സാഹിബിന് ആശ്വാസം അറിയിച്ചുകൊള്ളുന്നു. ഇനിയും ഇതുപോലെ ഒരുപാട് അറിവുകൾ നൽകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. കൂടുതൽ കുട്ടികളുണ്ടായാൽ ജീവിതത്തിൽ പ്രയാസം അനുഭവപ്പെടുമെന്നും കുറഞ്ഞ കുട്ടികൾ കൊണ്ട് സുഖമായി ജീവിക്കാം എന്ന പ്രതീക്ഷയിലും, അതല്ലെങ്കിൽ നാം രണ്ട് നമുക്ക് രണ്ട് എന്ന നിയമത്തിന്റെ പിന്നിൽ സ്ത്രീയുടെ ഗർഭം നിർത്തുന്നത് അള്ളാഹുവിന്റെ മുന്നിൽ കുറ്റകരമാണോ? ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്ത് എന്ന് ഈ വിഷയത്തെ വിശദീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. നാം രണ്ട് നമുക്ക് രണ്ട് എന്ന സിദ്ധാന്തത്തിൻ്റെ ഇസ്ലാമികമായ കാഴ്ചപ്പാടാണ് ചോദിച്ചിട്ടുള്ളത്. സുഹൃത്ത് ഇവിടെ വന്നുകൊണ്ടാണെന്ന് തോന്നുന്നു ആ സിദ്ധാന്തം മാറിയിട്ടുണ്ട്. നമ്മളൊന്ന് നമുക്കൊന്ന് എന്നാണ് പുതിയത്. അത് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വദൂദും വലൂദുമായ സ്ത്രീകളെ വിവാഹം ചെയ്യണമെന്നാണ്. കൂടുതൽ പ്രസവിക്കുന്നവളും കൂടുതൽ സ്നേഹിക്കുന്നവളുമായ സ്ത്രീ. അവിടെ യഥാർത്ഥത്തിൽ നമുക്ക് ഉള്ള തെറ്റിദ്ധാരണകളിൽ ഒന്നാണ് കുഞ്ഞുങ്ങളുടെ എണ്ണവർദ്ധനവ് പട്ടിണിക്ക്, ദാരിദ്ര്യത്തിന് കാരണമാകുമെന്നത്. ഇന്ത്യയെപ്പോലെയുള്ള മൂന്നാം ലോക രാജ്യങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച കാര്യമാണ് പോപ്പുലേഷനാണ് നമ്മളുടെ മുന്നിലുള്ള ഏറ്റവും വലിയ പ്രശ്നമെന്നത്. യഥാർത്ഥത്തിൽ പോപ്പുലേഷൻ ഏത് രാജ്യത്തിൻ്റെയും പോപ്പുലേഷൻ ആ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്താണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ എക്കോസിസ്റ്റം ശാസ്ത്രീയമായിട്ട് തന്നെ ചിന്തിച്ചു നോക്കുക. ഈ എക്കോസിസ്റ്റത്തിലെ ബാക്കി എല്ലാം കൂടുതലുണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ പറയുന്നത്, അല്ലേ? ജീവികളെ കൂടുതലുണ്ടാക്കുന്നു, സസ്യങ്ങളെ കൂടുതലുണ്ടാക്കാൻ ശ്രമിക്കുന്നു, അതിനെ കൂടുതൽ പ്രൊഡക്റ്റീവായ കന്നുകാലികളെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടി ഉള്ള ജനറ്റിക് എഞ്ചിനീയറിംഗ് നടത്തുന്നു. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നു. മനുഷ്യനോ? അതിൻ്റെ അർത്ഥം ഈ മനുഷ്യനെ കൊണ്ടൊരു നന്മയില്ല എന്നാണോ ഈ എക്കോസിസ്റ്റത്തിന്, ഈ പ്രകൃതിക്ക്? യഥാർത്ഥത്തിൽ മനുഷ്യനാണ് ഇവിടെ നാഗരികതകൾ സൃഷ്ടിക്കുന്നതും വലിയ പുരോഗതിയിലേക്ക് സമൂഹത്തെയും ഭൂമിയെയും നയിക്കുകയും ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ മാൽത്തൂസ് എന്ന് പറയുന്ന മനുഷ്യൻ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടാക്കിയ ഒരു തെറ്റിദ്ധാരണയാണ് ജനങ്ങളുടെ എണ്ണം കൂടിയാൽ ലോകത്തെ ആൾക്കാർക്ക് ജീവിക്കാൻ സ്ഥലം ഉണ്ടാവില്ല, ജീവിക്കാൻ സ്ഥലം ഉണ്ടാകാതെ അവസാനം പരസ്പരം ഭക്ഷണം ഇല്ലാതെ പരസ്പരം തിന്ന് കഴിയേണ്ടി വരും എന്നുള്ള ധാരണ. അത് അന്നത്തെ അദ്ദേഹത്തിൻ്റെ ചിന്തയനുസരിച്ച് ശരിയായിരുന്നു. കാരണം അദ്ദേഹം ആ പ്രോഗ്രഷനിൽ ഇങ്ങനെ നോക്കിയപ്പോൾ ആൾക്കാർ ഇങ്ങനെ കൂടിയാൽ, അന്നത്തെ ഒരു പ്രോഗ്രഷനിൽ ആളുകൾ കൂടിയാൽ ലോകത്തിൻ്റെ ആദ്യമുള്ള വിസ്തീർണം എടുത്ത് നോക്കിയപ്പോൾ ഈ വിസ്തീർണത്തിൽ ആളുകൾ നിറയാൻ കൂടുതൽ കാലമൊന്നും വേണ്ട എന്ന് അദ്ദേഹം തീരുമാനിച്ചു. കുടുംബങ്ങളുണ്ടാകും. അപ്പം അതിനനുസരിച്ച് ഇന്ന് നമ്മൾ ബുർജ് ഖലീഫയുടെ ലോകത്താണ് ജീവിക്കുന്നത്. ഇതുണ്ടായത് എങ്ങനെയാ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ട് 110ഉം 200ഉം നിലകളുള്ള കെട്ടിടവും ആ 200 നിലകളിൽ ആകെ 10 കുടുംബങ്ങൾക്ക് ജീവിക്കാൻ കഴിഞ്ഞിരുന്ന സ്ഥലത്ത് 1000 കുടുംബത്തിന് ജീവിക്കാൻ കഴിയുന്ന അവസ്ഥാവിശേഷം ഉണ്ടായത് മനുഷ്യരുള്ളത് കൊണ്ടാണ്, മനുഷ്യരുടെ തലച്ചോറുള്ളത് കൊണ്ടാണ്, ആ തലച്ചോറിൽ നിന്ന് ഗവേഷണങ്ങൾ ഉണ്ടായത് കൊണ്ടാണ്. ഇന്ന് ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ധാന്യം മനുഷ്യർ ഇതിന് നേരെ പകുതിയായിരുന്ന 50 കൊല്ലങ്ങൾക്ക് മുമ്പ് ഉൽപ്പാദിപ്പിക്കപ്പെട്ടതിനേക്കാൾ എത്രയായിരിക്കും? ഇരട്ടിയെന്ന് നമുക്ക് വിചാരിക്കാം, നേരെ പകുതിയിൽ നിന്ന് ഇരട്ടിയാവുമ്പോൾ. അല്ല, ഇന്ന് ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ധാന്യം 50 കൊല്ലം മുമ്പ് മനുഷ്യർ നമ്മുടെ നേരെ പകുതിയായതിനേക്കാൾ ഇന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് 4 ഇരട്ടിയാണ്. എങ്ങനെ അതുണ്ടായി? മനുഷ്യൻ എന്ന ജീവിയുള്ളത് കൊണ്ട്, അവൻ്റെ ചിന്തയുള്ളത് കൊണ്ട്, ബുദ്ധിയുള്ളത് കൊണ്ട്, ഗവേഷണമുള്ളത് കൊണ്ട്. ഞാൻ പറയുന്നത് മനുഷ്യൻ വളരെ പ്രോഡക്റ്റീവാണ്. വളരെ പ്രോഡക്റ്റീവായിട്ടുള്ളൊരു ജീവിയാണ് മനുഷ്യൻ എന്നുള്ള വസ്തുത തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം മുഴുവനും ഉണ്ടാകുന്നത്. മനുഷ്യനെ, അവൻ്റെ പ്രോഡക്റ്റിവിറ്റിയെ, അവൻ്റെ ഉൽപാദനക്ഷമതയെ ആസൂത്രണം ചെയ്യാൻ പറ്റാത്ത ആളുകൾ അവരെ കൊന്നൊടുക്കിക്കൊണ്ട് ആസൂത്രണം ചെയ്യാം എന്നുള്ള വിചാരമാണ് അപകടം. ഇന്ന് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മളടക്കം പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ അപകടത്തിലേക്കാണ്. ചൈനയെല്ലാം
അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ അപകടം മറ്റൊന്നല്ല, അവര് മൂന്നാം ലോകത്തെ പഠിപ്പിച്ചതുപോലെ പഠിപ്പിച്ചു കൊണ്ടുപോയി ഉണ്ടാകാൻ പോകുന്നത് ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ യുവാക്കളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ വൃദ്ധന്മാരുണ്ടാകുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകും. യുവാക്കളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ വൃദ്ധന്മാരുണ്ടാകുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുമ്പോൾ സംഭവിക്കൽ എന്താന്ന് വെച്ചാൽ പ്രൊഡക്ടിവിറ്റിയുടെ ബാലൻസ് പൊട്ടും. പ്രൊഡക്ടിവിറ്റിയുടെ ബാലൻസ് പൊട്ടുമ്പോൾ സംഭവിക്കൽ ഈ വൃദ്ധന്മാർക്ക് അവർക്ക് ആത്മഹത്യയിൽ അഭയം കണ്ടെത്തുക അല്ലാതെ മാർഗമില്ലാത്ത അവസ്ഥാവിശേഷം സംജാതമാകും. യഥാർത്ഥത്തിൽ കുഞ്ഞുങ്ങളുടെ നിയന്ത്രണം എന്നത് സമൂഹത്തിന്റെ ബാലൻസ് തെറ്റിക്കുന്ന കാര്യമാണ് എന്നുള്ള വസ്തുത ഒന്നാം ലോക രാജ്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നവിടെ ഗ്രേറ്റ് ഫാദേഴ്സ് അവാർഡ്, ഗ്രേറ്റ് മദേഴ്സ് അവാർഡ് എന്തിനാണ് ഗ്രേറ്റ് ഫാദേഴ്സ്, ഗ്രേറ്റ് മദേഴ്സ് അവാർഡ് അമേരിക്കയിലും ജർമ്മനിയിലും എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്ന, യൂറോപ്യൻ നാടുകളിൽ എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്ന എന്താ ഗ്രേറ്റ് ഫാദേഴ്സ് അവാർഡ്? ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള പിതാവിനുള്ള അവാർഡാണ്, ഏറ്റവും കൂടുതൽ മക്കളുള്ള അമ്മക്കുള്ള അവാർഡാണ്. അങ്ങനെ അവാർഡുകൾ കൊടുത്ത് കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്നതിനനുസരിച്ച് അതിനനുസരിച്ച് അവർക്ക് കൂടുതൽ ഇൻസെന്റീവ്സ് കൊടുത്ത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഒന്നാം ലോക രാജ്യങ്ങൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ സമ്പത്തായ ഹ്യൂമൻ റിസോഴ്സിനെ വെട്ടിച്ചുരുക്കാൻ വേണ്ടി നമ്മളോട് പറയുന്നതിന് കാരണവും മറ്റൊന്നുമല്ല, അതുവഴി ഉണ്ടാകാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും വലിയ റിസോഴ്സ് നഷ്ടപ്പെടുകയും ആ റിസോഴ്സ് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഒരു തരത്തിലുള്ള അധീശത്വത്തിന് കഴിയും എന്നുള്ളതാണ്. ഇന്ന് സത്യത്തിൽ നമ്മൾ പ്രത്യേകിച്ച് ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങൾ ഭൗതിക രംഗത്ത്, ബുദ്ധിപരമായ രംഗത്ത് ഉയർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെ കഴിയുന്നു? ഓരോരുത്തരുടെ സൃഷ്ടിയല്ല, ഓരോരുത്തരുടെ തലച്ചോറിനെ കുറിച്ച് പോലുമുള്ള പുതിയ സങ്കല്പം കലക്റ്റീവ് ബ്രെയിൻ എന്നുള്ള സങ്കല്പമാണ്. നിങ്ങൾ 1000 പേരുടെ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന നിങ്ങളുടെ തലച്ചോറ് തന്നെ, ആ തലച്ചോറിന്റെ പ്രൊഡക്ടിവിറ്റിയും അതേ 10 പേരുടെ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന നിങ്ങളുടെ തലച്ചോറിന്റെ പ്രൊഡക്ടിവിറ്റിയും വ്യത്യാസമുണ്ടെന്നാണ് പുതിയ പഠനങ്ങൾ. അഥവാ കൂടുതൽ ആളുകൾ ഉണ്ടാകുന്നതിനനുസരിച്ച് അവിടെ നിന്ന് വലിയ ആളുകൾ ഉണ്ടാവുകയും അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന അർത്ഥം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ലോകത്ത് വിപ്ലവകരമായ ലോകത്തിന്റെ പ്രൊഡക്ടിവിറ്റിയെ ഏറ്റവും കൂടുതൽ പോസിറ്റീവായി സഹായിച്ച കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ശാസ്ത്രജ്ഞന്മാർ, അവരിൽ പലരും 3ാമത്തെയും 4ാമത്തെയും 5ാമത്തെയും 6ാമത്തെയും മക്കളായിരുന്നു. അവരുടെ മാതാപിതാക്കൾ ഈ പറഞ്ഞതുപോലെ 2 അല്ലെങ്കിൽ 1 എന്നെല്ലാം തീരുമാനിച്ചിരുന്നെങ്കിൽ എന്തുണ്ടാവില്ല? ഈ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകൂല. ആ കണ്ടുപിടുത്തങ്ങൾ ഇല്ലാതിരുന്നാൽ സ്വാഭാവികമായും ഈ തരത്തിലുള്ള മുന്നോട്ടുള്ള ഗമനം ഉണ്ടാവില്ല. ചുരുക്കത്തിൽ യഥാർത്ഥത്തിൽ ഹ്യൂമൻ റിസോഴ്സിനെ റിസോഴ്സായി കാണുന്നു എന്നുള്ളതാണ് ഇസ്ലാമിന്റെ സവിശേഷത. അതിന് പടച്ചവൻ ഒരു ഗ്യാരണ്ടി അങ്ങോട്ട് കൊടുക്കുകയാണ്. നിങ്ങളുടെ മക്കളെ നിങ്ങൾ പട്ടിണി ഭയന്നുകൊണ്ട്, നിങ്ങൾ ദാരിദ്ര്യം ഭയന്നുകൊണ്ട് കൊന്നുകളയരുത്, നിങ്ങൾ അവരെ നശിപ്പിക്കരുത്. അള്ളാഹു പറയുന്നു, നാമാണ് അവർക്ക് ഭക്ഷണം നൽകുന്നത്. ലോകത്ത് ആളുകളുടെ എണ്ണം കൂടിയത് കൊണ്ട് ഒരു ദാരിദ്ര്യവും ഉണ്ടായിട്ടില്ല. ആളുകളുടെ എണ്ണം കൂടുന്നത് കൊണ്ട് അവിടെ പ്രൊഡക്ടിവിറ്റി കൂടുകയും ദാരിദ്ര്യം ഇല്ലാതാവുകയുമാണ് ചെയ്തിട്ടുള്ളത്. ആളുകളുടെ എണ്ണം കൂടുന്നത് കൊണ്ടല്ല, ഉള്ള ആളുകൾ തോന്നിവാസം ചെയ്യുന്നത് കൊണ്ടാണ്, ഉള്ള ആളുകൾ ധാരാളിത്തം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് കുഴപ്പമുണ്ടാകുന്നത്, സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ വീക്ഷണമാണ് അതിൽ ശരി എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതിനെതിരെ തീർച്ചയായും ഇത്തരത്തിലുള്ള കുടുംബാസൂത്രണങ്ങൾക്കെതിരെ ഞാൻ വല്ലാതെ ശക്തമായി പറയും. എന്തുകൊണ്ടെന്നാൽ ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ 8ാമത്തെ കുട്ടിയാണ്. എനിക്കും അവസരം ഉണ്ടാകുമായിരുന്നില്ല അവരങ്ങനെ ചിന്തിച്ചിരുന്നുവെങ്കിൽ.